ഹലോ എവ്രി വൺ, വെൽക്കം ടു JM അക്കാഡമി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഇഡിയംസിനെയാണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. റീഡിങ്ങിലും ലിസണിങ്ങിലും നമുക്കറിയാം, OETയുടെ റീഡിങ്ങിലും ലിസണിങ്ങിലും ഇഡിയംസ് നമുക്ക് യൂസ് ചെയ്യാറുണ്ട്, പാരഗ്രാഫ്സിൽ കാണാറുണ്ട്. റീഡിങ്ങിന്റെ പാർട്ട് സിയിലാണെങ്കിൽ ഇഡിയംസ് വെച്ചിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് വരെയുണ്ട് അല്ലേ. അതുപോലെ തന്നെ സ്പീക്കിങ്ങിലാണെങ്കിലും ഇഡിയംസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടും എന്നുള്ളത് ക്രൈറ്റീരിയയിൽ വരെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പം അങ്ങനെ കുറച്ച് ഇഡിയംസും അതിന്റെ മീനിങ്ങും അതെങ്ങനെ പെട്ടെന്ന് ഓർത്തിരിക്കാം എന്നുള്ളതും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, സോ ഇതിൽ ഞാൻ ഫസ്റ്റ് എടുത്തിരിക്കുന്ന ഇഡിയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ലിസണിങ്ങിന്റെ പാർട്ടിയിലൊക്കെ വന്നിട്ടുള്ള ഒരു ഇഡിയമാണ് കിക്ക് ദ ബക്കറ്റ്. സോ ഇത് പറയുന്നതിന് മുമ്പായിട്ട് എന്താണ് ഇഡിയംസ് എന്ന് നമുക്ക് നോക്കാം. ഇഡിയംസ് എന്ന് പറയുന്നത് എക്സ്പ്രഷൻ ആണ്, അതായത് ഒരു ഐഡിയനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫീലിങ്ങിനെയോ കാണിക്കാനായിട്ട്, ഷോ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻസ് ആണ്. 2-3 വേർഡ്സുകൾ കൂടി ചേർന്ന് ഒരു എക്സ്പ്രഷൻ ഉണ്ടാവുന്നതിനെയാണ് ഇഡിയമാറ്റിക് എക്സ്പ്രഷൻസ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഈ ഇൻഡിവിജ്വൽ വേർഡ്സ് ഉണ്ടല്ലോ, ഇപ്പൊ കിക്ക് ദ ബക്കറ്റ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കിക്ക് എന്നുള്ള വാക്കിനൊരു പെർട്ടിക്കുലർ മീനിങ് ഉണ്ട്, ബക്കറ്റ് എന്ന് പറയുന്നത് വേറൊരു സാധനമാണ്. അപ്പൊ അങ്ങനെയുള്ള ഇൻഡിവിജ്വൽ വേർഡ്സിന്റെ മീനിങ് അല്ല ഇവിടെ യൂസ് ചെയ്യുന്നത്. കിക്ക് ദ ബക്കറ്റ് ഒരുമിച്ച് വരുമ്പോഴത്തേന് അതിന് വേറൊരു പെർട്ടിക്കുലർ മീനിങ് ആണ് വരിക. ഓക്കെ, അപ്പോ കിക്ക് ദ ബക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ആദ്യം നമുക്ക് ഈ ഒരു ഇഡിയത്തിന്റെ മീനിങ്ങും അതെങ്ങനെയാണ് അതിന്റെ ഒറിജിൻ എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം കേട്ടോ. കിക്ക് ദ ബക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഡൈ അല്ലെങ്കിൽ പാസ്റ്റ് അവേ എന്നുള്ളതാണ്. ഓക്കെ, ഒരാൾ മരിക്കുന്നതിനെയാണ് ഈ കിക്ക് ദ ബക്കറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു സെന്റൻസിൽ വെച്ച് പറയുകയാണെങ്കിൽ എവ്രി വൺ ഓഫ് അസ് വിൽ കിക്ക് ദ ബക്കറ്റ് സം ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരു ദിവസം മരിക്കേണ്ടവരാണെന്ന് നമ്മൾ പറയാറില്ലേ, അതാണിത്. എല്ലാവരും ഒരു ദിവസം മരിക്കും, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും എല്ലാവരും മരിക്കേണ്ടവരാണ് എന്നൊക്കെയുള്ളൊരു മീനിങ് ആണ് ഈ സെന്റൻസിന് വരുന്നത്. അപ്പൊ കിക്ക് ദ ബക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തിരിക്കുക, ടു ഡൈ എന്നാണ് അതിന്റെ മീനിങ്. ഇനി ഈ കിക്ക് ദ ബക്കറ്റിന് എന്തുകൊണ്ടാണ് ഈ ടു ഡൈ എന്നുള്ള മീനിങ് വന്നത്, അതിന്റെ പുറകിൽ ഒരു സ്റ്റോറി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതായത് പണ്ട് കാലത്ത് ആൾക്കാർക്ക് സൂയിസൈഡ് ചെയ്യാനായിട്ട് ആൾക്കാർ തയ്യാറെടുക്കുന്ന സമയത്ത് അവരൊരു ബക്കറ്റ് കമഴ്ത്തി വെച്ചിട്ട് അതിൽ കയറി നിൽക്കും. ബക്കറ്റിന്റെ മുകളിൽ കയറി നിന്നിട്ട് അവരെന്ത് ചെയ്യും, അവർ കയറൊക്കെ കെട്ടി എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, ആ ബക്കറ്റ് കിക്ക് ചെയ്യും എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ആ ബക്കറ്റ് കിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ആ കയറ് മുറുകി അവർ മരിക്കും. ഓക്കെ, സോ ബക്കറ്റ് കിക്ക് ചെയ്യുമ്പം അവർ മരിക്കും. അപ്പം കിക്ക് ദ ബക്കറ്റ് എന്ന് പറയുമ്പം ടു ഡൈ എന്നുള്ളൊരു മീനിങ് അങ്ങനെയാണ് വന്നതെന്നാണ് പറയപ്പെടുന്നത്. എത്രമാത്രം സത്യമാണെന്നൊന്നും നമുക്കറിയില്ല, ഓരോ ഇഡിയത്തിനും അതിൻ്റെതായിട്ടുള്ള ഒറിജിൻ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ കിക്ക് ദ ബക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത് നിങ്ങൾ ഓർത്താൽ മതി, ഓർത്തിരിക്കാനായിട്ട് കേട്ടോ. ഇനി അടുത്ത ഇഡിയം എന്ന് പറയുന്നത് സെക്കൻഡ് വൺ സ്പിൽ ദ ബീൻസ് എന്നുള്ളതാണ്. സ്പിൽ ദ ബീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻ സ്പില്ലിയ എന്ന് പറഞ്ഞാൽ താഴെ കളയുക എന്നൊക്കെയാണ്, പക്ഷെ അങ്ങനെ ഒരു മീനിങ് അല്ല ഇവിടെ വരുന്നത്. സ്പിൽ ദ ബീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു റിവീൽ എ സീക്രട്ട് എന്നുള്ളതാണ്. സീക്രട്ട് റിവീൽ ആകുക എന്നുള്ളതിനെയാണ് സ്പിൽ ദ ബീൻസ് എന്ന് പറയുന്നത്. ഇതിനിങ്ങനെ ഒരു മീനിങ് വരാനും കാരണമുണ്ട്. അതായത് പണ്ട് കാലത്ത് ആൾക്കാർ വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇന്നത്തെ പോലെ ഇലക്ട്രോണിക് മെഷീൻസ് ഒന്നും വെച്ചിട്ടില്ലായിരുന്നു അന്ന് വോട്ടിംഗ് നടന്നുകൊണ്ടിരുന്നത്. അവരേത് സ്ഥാനാർത്ഥിക്കാണോ വോട്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് അവരുടെ ബീൻസ് കൊടുക്കുമായിരുന്നു. ബീൻസിന്റെ കളർ വൈറ്റ് ബീൻസ്, ബ്ലാക്ക് ബീൻസ്, അങ്ങനെ കളറിനനുസരിച്ചായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം എത്ര സ്ഥാനാർത്ഥികളുണ്ടോ അത്രയും കളർ ബീൻസ് കൊടുക്കും. എന്നിട്ട് വോട്ട് ചെയ്യാൻ വരുന്നവർക്കെല്ലാം ഈ കളർ ബീൻസ് കൊടുക്കും. അവർ ആർക്കാണോ വോട്ട് ചെയ്യുന്നത് ആ ബീൻസ്, ആ കളറിലുള്ള ബീൻസ് കൊണ്ട് പ്ലേസ് ചെയ്തിട്ട് തിരിച്ചു വരും. അങ്ങനെയായിരുന്നു വോട്ടിംഗ് നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ഒരാൾ ഇത് വോട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ ബീൻസുമായിട്ട് പോയി വോട്ട് ചെയ്തിട്ട് തിരിച്ചു വന്ന സമയത്ത് അയാളുടെ കയ്യിൽ ബാക്കി ഉണ്ടായിരുന്ന ബീൻസ് എല്ലാം താഴെ വീണു. അറിയാതെ എങ്ങനെയോ താഴെ വീണു, അബദ്ധത്തിൽ താഴെ വീണു. അപ്പൊ ചുറ്റുമുള്ളവർക്കെല്ലാം മനസ്സിലായി ഇയാൾ ആർക്കാണ് വോട്ട് ചെയ്തതെന്നുള്ളത് അല്ലെ. കാരണം കയ്യിൽ ആ ഒരു പെർട്ടിക്കുലർ ഇതില്ല, ബീൻസ് ഇല്ല, ബാക്കിയൊക്കെ ഉണ്ട്. ഓക്കെ, ബാക്കിയൊക്കെയാണ് താഴെ വീണേക്കുന്നത്. അപ്പൊ അവര് വോട്ട് ചെയ്ത ആ ഒരു സീക്രട്ട് എല്ലാവരുടെയും അടുത്ത് റിവീലായി. അപ്പൊ ആ ബീൻസ് താഴെ വീണപ്പോ സീക്രട്ട് ലോകം അറിഞ്ഞു. അപ്പൊ ടു റിവീൽ ദ സീക്രട്ട്, അങ്ങനെയാണ് ഈ ഒരു സ്പിൽ ദ ബീൻസിന് ഇങ്ങനെ ഒരു മീനിങ് വന്നതെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അടുത്തത് തേർഡ് ഇഡിയം എന്ന് പറയുന്നത് എലിഫന്റ് ഇൻ ദ റൂം. ഇത് നിങ്ങൾ റീഡിംഗ് പാർട്ട് സിയിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് ഒരു ഒഫീഷ്യൽ മെറ്റീരിയലിൽ കിടപ്പുണ്ട് എലിഫന്റ് ഇൻ ദ റൂം എന്നുള്ളത് എന്ത് സജസ്റ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ മീനിങ് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ എലിഫന്റ് ഇൻ ദ റൂമിന്റെ മീനിങ് എന്ന് പറയുന്നത്, അതായത് നമ്മളിപ്പം ഒരു റൂമിൽ എലിഫന്റ് ഉണ്ടായി എന്ന് പറയുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ വലിയൊരു പ്രോബ്ലം നടക്കുകയാണ്. അപ്പം അത് മറ്റുള്ളവർ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ അതിനെ അത്ര കാര്യമായിട്ട് കാണുന്നില്ല. അപ്പൊ വലിയൊരു പ്രോബ്ലം ഉണ്ട്, പക്ഷെ അവരതിനെ ശ്രദ്ധിക്കാതെ ചെറിയ ചെറിയ ഇഷ്യൂസിനെ ശ്രദ്ധിക്കുന്നു എന്നുള്ളൊരു മീനിങ് ആണ് ഈ എലിഫന്റ് ഇൻ ദ റൂം എന്ന് പറയുന്നത്. അതായത് ഒരു റൂമിൽ വലിയൊരു എലിഫന്റ് നിൽക്കുകയാണ്, പക്ഷെ ആരും ആ എലിഫന്റിനെ ശ്രദ്ധിക്കുന്നില്ല, ബാക്കിയുള്ളവരെയൊക്കെ
ബാക്കി ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ ഒരു സിറ്റുവേഷൻ ഒക്കെ വരുന്ന സമയത്ത്, ഒരുപാട് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഒക്കെ വരുന്ന സമയത്ത് പരിഹരിക്കേണ്ട വലിയൊരു പ്രശ്നം അവിടെ നിൽപ്പുണ്ട്. അത് പരിഹരിക്കാതെ ചെറിയ ചെറിയ കാര്യങ്ങൾ പരിഹരിക്കുന്നതിനെയാണ് ഈ എലിഫന്റ് ഇൻ ദ റൂം എന്ന് പറയുന്നത്. ഇതിനിങ്ങനെ ഒരു മീനിങ് വരാനും ഒരു കഥയുണ്ട്. അതായത് പണ്ട് ഒരു പ്രൊഫസർ ഒരു മ്യൂസിയം വിസിറ്റ് ചെയ്യാൻ പോയി. അപ്പോൾ ആ മ്യൂസിയം വിസിറ്റ് ചെയ്യാൻ പോയ സമയത്ത് ഒരുപാട് പിക്ചേഴ്സ് ഒക്കെ ഉണ്ട് മ്യൂസിയത്തിൽ. അതങ്ങനെ കണ്ട് പുള്ളിക്കാരൻ പ്രൊഫസർ ഇങ്ങനെ നടക്കുകയാണ്. പക്ഷെ അവിടെ ഒരു ആനയുടെ പടം, അല്ലെങ്കിൽ ആനയുടെ പടമാണോ അല്ലെങ്കിൽ ആനയാണോ എന്ന് നമുക്കറിയില്ല, ഒരു ആനയുടെ പടം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. വലിയൊരു ആനേനെ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം പുള്ളിക്കാരൻ ആനയെ മാത്രം കണ്ടില്ല, ബാക്കി എല്ലാ കാര്യങ്ങളെയും കണ്ടു, ബാക്കി എല്ലാ പിക്ചേഴ്സും കണ്ടു, മ്യൂസിയത്തിലെ ബാക്കി എല്ലാം കറങ്ങി കണ്ടു. അത്രയും വലിയ ആന അവിടെ വെച്ചിട്ട് പുള്ളിക്കാരൻ കണ്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും വലിയൊരു കാര്യം അവിടെ നിന്നിട്ട് പുള്ളിക്കാരൻ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ മറ്റു കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. അപ്പം ഒരു എന്താണത്, അതിന്റെ ആ എലിഫന്റ് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ഒരു വലിയൊരു വസ്തുവാണ്. അപ്പൊ റൂമിൽ ഒരു എലിഫന്റ് നിൽക്കുക. അപ്പം എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നിട്ടും നമ്മൾ അത് ശ്രദ്ധിക്കാതെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോകുന്നതിനെയാണ് എലിഫന്റ് ഇൻ ദ റൂം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിന്റെ മീനിങ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ഇഡിയമാണ് ബൈറ്റ് ദ ബുള്ളറ്റ്. ഓക്കെ, ബൈറ്റ് ദ ബുള്ളറ്റ് എന്ന് പറയുന്നത് എഗെയിൻ ബുള്ളറ്റ് ബൈറ്റ് ചെയ്യുക, കടിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് ശരിക്കും ഇതിന്റെ ഇൻഡിവിജ്വൽ വേർഡ് വെച്ചിട്ട് നോക്കുവാണെങ്കിൽ. പക്ഷെ ഇതിന്റെ ശരിക്കുമുള്ള ഇഡിയമാറ്റിക് എക്സ്പ്രഷനിലോട്ട് വരുമ്പോൾ ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് to force yourself to do something unpleasant or difficult or to be brave in a difficult situation. ഒരു വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ വളരെ ബ്രേവ് ആയിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനെയാണ് ഈ ബൈറ്റ് ദ ബുള്ളറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബൈറ്റ് ദ ബുള്ളറ്റിന് ഇങ്ങനെ ഒരു മീനിങ് വരാനും ഒരു കഥയുണ്ട്. അതായത് ഒരു പേഷ്യന്റിന് ഒരു സർജിക്കൽ പ്രൊസീജിയർ, പണ്ട് ഒരു പ്രൊസീജിയർ ചെയ്യാനായിട്ട്, ഒരു സർജറി ചെയ്യാനായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുന്ന സമയത്ത് പുള്ളിക്ക് അനസ്തേഷ്യ കൊടുക്കണമല്ലോ, പെയിൻ ഉണ്ടാവും, സർജറിക്ക് പെയിൻ ഉണ്ടാവും, അപ്പൊ അനസ്തേഷ്യ കൊടുക്കണം. പക്ഷേ ഈ പുള്ളിക്കാരന് അനസ്തേഷ്യക്ക് എന്തോ റിയാക്ഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അല്ലെങ്കിൽ അനസ്തേഷ്യ കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ എന്ത് ചെയ്തു, ആ പെയിനെ മറികടക്കാനായിട്ട് പുള്ളിക്കാരൻ ഈ ബുള്ളറ്റ് ഇങ്ങനെ കടിച്ചു പിടിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഒരു ബുള്ളറ്റ് കടിച്ചു പിടിച്ചു. ഓക്കെ, ആ പെയിൻ കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ പെയിൻ അറിയാതിരിക്കാനായിട്ട് ആ അനസ്തേഷ്യക്ക് പകരം ഇദ്ദേഹം ബുള്ളറ്റ് കടിച്ചു പിടിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അതായത് ഒരു അൺപ്ലസന്റ് സിറ്റുവേഷൻ ഉണ്ട്, ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണല്ലോ ഈ പെയിൻ എന്ന് പറയുന്നത്. ആ സമയത്ത് ബ്രേവ് ആയിട്ട്, അതായത് കുറച്ച് ശക്തി, ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടി ബുള്ളറ്റ് കടിച്ചു പിടിച്ചു. ഓക്കെ, സോ അങ്ങനെ ആലോചിക്കുക. ബൈറ്റ് ദ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ ഈ പെയിൻ ആലോചിച്ചാൽ മതി, പെയിന്റെ സമയത്ത് ബുള്ളറ്റ് കടിച്ചു പിടിച്ചു എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ ഒരു പെയിൻ എന്ന് പറയുന്ന ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടി, ബ്രേവ് ആയിട്ട് നിൽക്കാൻ വേണ്ടി നമ്മളൊരു കാര്യം ഫോഴ്സ്ഫുള്ളി ചെയ്യുന്നതിനെയാണ് ബൈറ്റ് ദ ബുള്ളറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇഡിയം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഇഡിയം എന്ന് പറയുന്നത് ടു കോസ്റ്റ് ആൻ ആം ആൻഡ് ലെഗ്. ഓക്കെ, ടു കോസ്റ്റ് ആൻ ആം ആൻഡ് ലെഗ്, ഇത് നിങ്ങളുടെ ഒരു OET റീഡിംഗ് പാർട്ട് സിയില് പാരഗ്രാഫ്സിൽ ഉള്ള ഒരു ഇഡിയമാണ്. ടു കോസ്റ്റ് ആൻ ആം ആൻഡ് ലെഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി എക്സ്പെൻസീവ് എന്നാണ് കേട്ടോ. വെരി എക്സ്പെൻസീവ് എന്നാണ് ഇതിന്റെ മീനിങ്. ഇതിനിങ്ങനെ ഒരു മീനിങ് വരാനും കാരണമുണ്ട്. അതായത് പണ്ട് കാലത്ത് ആൾക്കാർ ഈ പിക്ചറൊക്കെ വരയ്ക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഡ്രോയിങ് ചെയ്യുന്ന ആൾക്കാർ, ഈ രാജാക്കന്മാരുടെയൊക്കെ ഭരണകാലത്ത് അവര് ഒരാളുടെ പിക്ചർ വരയ്ക്കണമെങ്കിൽ, ഇപ്പൊ തല തൊട്ട് ഈ ഒരു ഷോൾഡർ വരെ വരയ്ക്കണമെങ്കിൽ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് പറയുമായിരുന്നു. പിന്നെ ഒരു കൈ വരയ്ക്കണമെങ്കിൽ കുറച്ചുകൂടി എമൗണ്ട് കൂട്ടും, ഒരു കാലൂടെ വരയ്ക്കണമെങ്കിൽ കുറച്ചുകൂടി എമൗണ്ട് കൂട്ടുക, രണ്ട് കാലം വരയ്ക്കണമെങ്കിൽ കൂടുതൽ എമൗണ്ട് കൂട്ടുക. അങ്ങനെ ഒരു പിക്ചർ ഡ്രോ ചെയ്യുന്ന സമയത്ത് കഴുത്തും തലയും മാത്രമാണെങ്കിൽ ഒരു എമൗണ്ട്, പിന്നെ കൈയും കൂടെ ചെയ്യുമ്പോൾ വേറൊരു എമൗണ്ട് കൂട്ടുക, പിന്നെ കാലും കൂടെ വരയ്ക്കുമ്പോൾ വീണ്ടും എമൗണ്ട് കൂടുക. അപ്പൊ അങ്ങനെ ഒരു കൈയും ഒരു കാലും അതിന് വില കൊടുക്കണം എന്നുള്ളൊരു മീനിങ് ആണ്, അല്ലെങ്കിൽ ഒരു കാലും കൈക്കും കൂടുതൽ വില കൊടുക്കണം എന്നുള്ളൊരു മീനിങ്ങിൽ അങ്ങനെ ഒരു സ്റ്റോറിയിൽ നിന്ന് വന്നതാണ് ഈ വെരി എക്സ്പെൻസീവ് എന്നുള്ളൊരു മീനിങ് എന്നാണ് പറയപ്പെടുന്നത്. ടു കോസ്റ്റ് ആൻ ആം ആൻഡ് ലെഗ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യം വളരെ എക്സ്പെൻസീവ് ആണ്, അതിനൊരു കൈയും ഒരു കാലും ഒക്കെ കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ അതിന് വളരെ എക്സ്പെൻസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മളൊരു 5 ഇഡിയംസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെട്ടത്. അപ്പൊ ഈ ഇഡിയംസും ഇതിന്റെ മീനിങ്സും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. താങ്ക് യു എവ്രിവൺ.